68:19 തോന്നുന്നു. മറ്റേ വിടുന്നെങ്കിൽ ഒന്ന് നോക്കിക്കോ. 68:19. ഞാൻ പറയാം, ദൈവം എഴുന്നേറ്റ 4 കാര്യം നടക്കും. വേണമെങ്കിൽ നിങ്ങൾ ആമേൻ പറയണം, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. ഒരു സ്വതന്ത്രം അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ എന്നോട് പലരും ചോദിക്കും, പാസ്റ്റർ എങ്ങനെയാ ഇത്ര അനുഗ്രഹിക്കപ്പെട്ടെ? സിമ്പിൾ. ഞാൻ എല്ലാ സഭയിൽ പോയി പറയും, നിങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെടും. അവരാരും ഏറ്റെടുക്കത്തില്ല. ഞാൻ തിരിച്ചു പോകുമ്പോ ഈ ദൂതെല്ലാം കൂടി എന്റെ കൂടെ പോരും. കേരളത്തിൽ ആദ്യമായി എയർ കണ്ടീഷൻ AC ചർച്ച പണിയുന്ന ഞാനാണ്. ഒരു സ്വതന്ത്രം പറഞ്ഞു. ഞാൻ എല്ലാ സ്ഥലത്തും പോയി പറയും, നിങ്ങൾ ഈ ചൂടത്തിരിക്കണ്ട, ശബ്ദമെടുത്ത് ശബ്ദം വെളി പോകാതിരിക്കാൻ AC വേണം. ആരേറ്റെടുക്കാൻ? ഒരുത്തൻ ഏറ്റെടുത്തില്ല. 25 ലക്ഷം രൂപ 1 സെന്റിന് ഫോട്ടോ വെച്ച് വില. ഞാൻ തലം മേടിച്ച് കോടികൾ മുടക്കി ഞാൻ എയർ കണ്ടീഷൻ ആക്കി. ഒരു അല്ലല്ലോ. നിങ്ങൾ അല്ലല്ലോ പറയാൻ. അസൂയ ഇല്ലെങ്കിൽ നല്ലൊരു അല്ലല്ലോ. ആമേൻ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ, ആരും തെറ്റിദ്ധരിക്കല്ലേ, സോഷ്യൽ മീഡിയയിൽ ഇതെടുത്തിട്ട് പൊങ്കാല ഇടാന്ന് പറയണ്ട, തിരിച്ച് ഞാനും ഇടും. ഒരു സ്വതന്ത്രം പറഞ്ഞു. ഞാനൊരു അച്ഛനോട് പറഞ്ഞു, പുറകെ ഇരുന്നൊരു അച്ഛനോട് ദൈവം പറയുന്നു, അച്ഛനൊരു വണ്ടി തരാൻ പോണെന്ന്. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അന്ന് ഈ 40 days ഫാസ്റ്റിങ്, 40 ദിവസം ഉപവാസമാണ്. പഴയ സോഡാ കുപ്പി പോലെ ഇരിക്കുക. ഒട്ടി. അച്ഛൻ നോക്കിയപ്പോൾ എനിക്ക് ലുക്കില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ലുക്കില്ലാത്തതുകൊണ്ട് ദൂത് ഏറ്റെടുത്തില്ല. ആ ലുക്കൊക്കെ ഉണ്ടെങ്കിൽ ദൂത് ഏറ്റെടുക്കത്തുള്ളൂ. രാമൻ പറഞ്ഞു. ഞാനങ്ങ് വീട്ടിൽ പോയി. 97 സംഭവം. ഞാൻ വീട്ടിൽ ചെന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചങ്ങനാശ്ശേരിക്കടുത്തുനിന്ന് ഒരു അശ്വതി രാജപ്പൻ ദൂരദർശൻ TV വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണ. അവള് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉപദേശി, ഞാനൊരു വണ്ടി മേടിച്ചു. ഞാൻ പറഞ്ഞു, ഗുഡ് ബോൾ, നല്ല കാര്യം. അല്ല പക്ഷേ ഈ വണ്ടി ഉപദേശിക്ക് തരാൻ ദൈവം എന്നോട് പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് അന്നൊരു എസ്റ്റീം കാറുണ്ട്. ഞാൻ ഇപ്പോൾ എനിക്കൊരു വണ്ടി ഉണ്ട്, ഒരു വണ്ടി ഇടാൻ സ്ഥലമുള്ള വണ്ടി വേണ്ട. ഞാൻ ഒരു കാര്യം ചെയ്യും, ഒരാഴ്ച കൂടി വെച്ച് പ്രാർത്ഥിക്ക്, എന്നിട്ട് ദൈവം ഇടപെടലിന് തന്നാൽ മതി. 2 ആഴ്ച കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, ഉപദേശിക്ക് തന്നെയാ. കോട്ടയത്ത് വന്നു, സെയിലർ ഒപ്പിട്ട് തന്നു, പുത്തൻ വണ്ടി ഞാൻ മേടിച്ചു. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ആ വണ്ടിയും കൊണ്ട് ഫോട്ടോ വെച്ച് ചെന്ന് എൻ്റെ പഴയ വണ്ടി ഇറക്കിയിട്ട് പുതിയ വണ്ടി ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എന്നാ ഇടപാടാ കർത്താവേ? ഒറ്റ വണ്ടി ഇടാൻ സ്ഥലമുള്ളൂ, പിന്നെ എന്തിനാ 2 വണ്ടി? തമ്പുരാൻ പറഞ്ഞു, ഒരു 3-4 ആഴ്ചക്ക് മുമ്പ് ഒരു ഗുണപ്പെടാത്തവനോട് നീ ഒരു ദൂത് പറഞ്ഞില്ലേ, ഒരു വണ്ടി കിട്ടുമെന്ന്. അവൻ തട്ടി, നിനക്ക് കിട്ടി. ഞാൻ ഇന്ന് നിങ്ങളുടെ കൈ കൂപ്പിക്കൊണ്ട് പറയുന്നു, ഞാൻ പറയുന്ന ഒരു ദൂതും നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഏറ്റെടുക്കരുത്. ഒന്നിനും ആമേൻ പറയരുത്. നിങ്ങൾ ആമേൻ പറഞ്ഞ നിന്റെ കൂടെ പോരും, ആമേൻ പറഞ്ഞില്ലെങ്കിൽ ഇതെന്റെ കൂടെ പോരും. ഒരു ഹല്ലേലൂയ പറ. ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ കാര്യത്തിന് ആർക്കും ഒരു സംശയം ഉണ്ടെന്ന് ദൈവാത്മാവിനോട് പറയുന്നു. ആ സംശയം തീർത്തിട്ട് പോകാം. നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ ആ പട്ടണത്തെ നോക്കി പറയണം, നിനക്ക് സമാധാനം. അപ്പൊ അവര് പറയുക, ആർക്ക് വേണം അവിടെ നിന്റെ സമാധാനം എന്ന് പറഞ്ഞ് പെനാൽറ്റി അടിച്ചാൽ ആ സമാധാനം നിന്റെ കൂടെ പോരും. ഇന്ന് രാത്രി ഞാൻ ഈ ദൈവസഭയെ നോക്കി പറയുന്നു, ഇതിന്റെ യാത്രികൾ ദൈവം വിശാലമാക്കാൻ പോകുകയാ. വേണമെങ്കിൽ ആമേൻ പറഞ്ഞോ. നിന്റെ തലമുറയെ ദൈവം വിശാലമാക്കാൻ പോകുകയാ. നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം ദൈവം വിശാലമാക്കാൻ പോകുകയാ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറുന്നു. വേണമെങ്കിൽ ആമേൻ പറഞ്ഞു. അതെന്നോടുള്ള ദൂതാണ്, എന്റെ കുടുംബത്തോടുള്ള ദൂതാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം എഴുന്നേറ്റാൽ 4 കാര്യം നടക്കും. 1, ആമേൻ, രക്ഷ തരുന്ന ദൈവം. നാൾതോറും നമ്മുടെ ഭാരം ചുമക്കുന്നവൻ. 1, ദൈവം എഴുന്നേറ്റാൽ നിന്റെ ഭാരം അവൻ ചുമക്കും. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ കൊടുത്ത് മുഖത്ത് നോക്കി പറ, എല്ലാ ഭാരവും എൻ്റെ ദൈവം ചുമക്കും. ഒരു അല്ലെന്ന് പറഞ്ഞേ. എല്ലാ ഭാരവും അവൻ ചുമക്കും. 1, ആമേൻ, നാൾതോറും നമ്മുടെ ഭാരം ചുമക്കുന്നവൻ. 2, രക്ഷയാകുന്ന ദൈവം. എന്താണ്? ആമേൻ പറ. ഈ ആമേൻ പോരാ, ഇടിവെട്ടുന്ന രാമേൻ പറ. ആമേൻ അങ്ങ് കൊഴുത്തില്ലല്ലോ, ഒരു ആമേൻ കൂടി. സഹോദരിമാര് മാത്രം ഒരു ആമേൻ പറഞ്ഞു. കേട്ട് പഠിക്ക്. ഇനി നമുക്കൊന്ന് പറയാം. പഴഞ്ചൻ ആമേൻ.
ഇതുപോലെ അങ്ങ് പിടിപ്പിച്ചാലുണ്ടല്ലോ 12-ാം ദിവസം കത്തും ഇതിനകത്ത്. 1, നാൾതോറും ഭാരം ചുമക്കുന്നവൻ. 2, രക്ഷയാകുന്ന ദൈവം. 3, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം. ദൈവം നിന്നെ ഉദ്ധരിച്ചിരിക്കും. 10,000 കരങ്ങൾ നിനക്കെതിരെ വ്യാപരിച്ചാലും ഉദ്ധരിക്കുന്ന ദൈവം നിന്നെ ഉദ്ധരിച്ചിരിക്കും. രാജാവ് ബഹുമാനിക്കാൻ നിശ്ചയിക്കുന്ന പുരുഷനെ ഇങ്ങനെ മാനിക്കണമെന്ന് മൊർദെഖായിയെ നോക്കി ദൈവം അരുളി ചെയ്തതുപോലെ ദൈവം നിന്റെ സ്ഥിതി മാറ്റും. വിശുദ്ധ ബൈബിൾ പറയുന്നു, സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ദൈവം സ്ഥിതി മാറ്റും. ദൈവം സ്ഥിതി മാറ്റും. ആമേൻ പറഞ്ഞു. ദൈവം സ്ഥിതി മാറ്റും. 1, നാൾതോറും ഭാരം ചുമക്കുന്നവൻ. 2, രക്ഷയാകുന്ന ദൈവം. 3, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു, ദൈവം നിന്നെ ഉദ്ധരിച്ചിരിക്കും. അതിന് ഈ ആമേൻ പോരാ, ഞാൻ ഒന്നുകൂടി കേട്ടി പറയാ. 10,000 സ്വത്തുകൾ നിനക്കെതിരെ ചൊല്ലിക്കെട്ടിയാലോ പഞ്ചസാര മണലുകൊണ്ട് അതിരിട്ട ദൈവം പറയുന്നു, ദൈവം നിന്നെ ഉദ്ധരിച്ചിരിക്കും. ഈ 12-ാമത്തെ രാത്രി പരിശുദ്ധ ആത്മ പറയുന്നു, ദൈവം ഉദ്ധരിച്ചിരിക്കും. ഈ രാത്രി ഞങ്ങളെ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ ലൈവിലൂടെ ഈ മീറ്റിംഗ് ശ്രദ്ധിക്കുന്ന ദൈവദാസന്മാരോട് ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നിന്നെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. എനിക്കറിയത്തില്ല ആരോ ഇന്ന് രാത്രി